ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മൾ പാവയ്ക്കാണ് ഒരു സലാഡ് ഉണ്ടാക്കുകയാണ്. ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സലാഡ്. സിമ്പിളാണ്, ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നല്ല വെയിലത്ത് പാവയ്ക്ക ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി പിഴിഞ്ഞ് കളഞ്ഞ് ഇത് ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ഏകദേശം 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഏകദേശം 100 ഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തൂക്കി നോക്കിയില്ല, നമ്മൾ ഏകദേശം ഒരു 500-600 ഗ്രാം നമ്മൾ ഉണക്കി എടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതാ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്യാനും പാചകം ചെയ്യാനും വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിൽ നല്ല ഗോൾഡൻ കളർ വരുന്ന വരെ നമ്മൾ വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ. ഓയിൽ കുറച്ച് മതി, കാരണം നന്നായിട്ട് ഡ്രൈ ആയതല്ലേ. നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ പച്ചയ്ക്ക് വറുത്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. എപ്പോഴും കയ്പ്പ് പോകാനായിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പെല്ലാം പോയിരിക്കും. അപ്പോൾ സലാഡിന് വേണ്ടി ഇത് അച്ചാറുണ്ടാക്കാനും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി സലാഡിന് വേണ്ടിയുള്ള ഒരു ഇതാണ്, സിമ്പിളാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു, യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. അത് നമ്മൾ നല്ല കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഒരു കുക്കുംബർ, ഒരു മീഡിയം കുക്കുംബറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലഷുള്ള ഭാഗം നമ്മൾ എടുത്തിട്ട് ജൂലിനായിട്ട് ചെറിയ നീളത്തിൽ ഇങ്ങനെ കരിഞ്ഞെടുക്കുക. കൂടുതൽ വെയിറ്റുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. നമ്മൾ തുല്യ അളവിൽ എല്ലാ വെജിറ്റബിളും എടുക്കുകയാണ് കേട്ടോ. തുല്യ അളവെന്ന് വെച്ചാൽ എത്രയാണോ നമ്മുടെ ബീറ്റർ കൂട് അല്ലെങ്കിൽ പാവയ്ക്ക, അതേ അളവിൽ ഇത് മാങ്ങ അതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. വണ്ണം കൊണ്ട് തീപ്പെട്ടി കണക്കിന് മാങ്ങ, കുക്കുംബർ, തക്കാളി, ഉള്ളി ഇതെല്ലാം നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ. നല്ല പുളി കൂടുതലുള്ളതൊന്നും അധികം മാങ്ങിയെടുക്കുന്നില്ല. അതുപോലെ ഒരു തക്കാളി തന്നെയാണ് എടുക്കുന്നത്. തക്കാളിയുടെ ഉള്ളിലത്തെ കുരുള്ള ഭാഗം നമ്മൾ ഉപേക്ഷിക്കുകയാണ് കേട്ടോ. കറിക്കോ മറ്റെന്തെങ്കിലും എടുക്കാം. കുക്കുംബർ, ടൊമാറ്റോ, ഒയിന്, ചില്ലി എല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ ചെറുള്ളിയും വലിയ സവാളയും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സവാളയും ഇതേപോലെ തന്നെ ജൂലിയലായിട്ട് തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുകയാണ്. അത് ചെറിയ ഉള്ളി ഒരു 5-10 ചെറുള്ളി എപ്പോഴും സലാഡിന് നല്ലതാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ബാലൻസ് ആവാൻ, നല്ല ക്രഞ്ചി ആവാനും വേണ്ടി ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ പച്ചമുളക്, നാടൻ പച്ചമുളകാണ് കേട്ടോ. ഒരു പച്ചമുളക് എടുത്താൽ നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. ഞാൻ സലാഡ് മാത്രമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, ഈ തരത്തിലും കഴിക്കാം കേട്ടോ. നമുക്ക് സലാഡ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റ് കൂടുതൽ ക്രഞ്ചി ആയിരിക്കും, പക്ഷേ ഞാൻ ഈ രീതിയിലാണ് നമ്മൾ റാഡിഷ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. അതനുസരിച്ച് മറ്റുള്ള വെജിറ്റബിൾ നമ്മൾ കുറച്ചാൽ മതി. ലെമൺ ജ്യൂസിന് കുറച്ച് ഒരു വെഡ്ജ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി കൂടിയ മാങ്ങയുണ്ട്, അതുകൊണ്ട് ഞാൻ പിങ്ക് സാൾട്ടും കുറച്ച് ക്രഷ് പെപ്പറും ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ നല്ലത്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിളിൽ നിന്നുള്ള വെള്ളം വരും. അതിനെല്ലാം നമ്മുടെ ഒരു ക്രഞ്ചി ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതുപോലെ കൂടുതൽ സലാഡും ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലേവർ ടൈം. എൻജോയ് ദ ലൈഫ്. ബൈ.